നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതകങ്ങൾ പിന്നീട് തെളിയിക്കപ്പെട്ട സംഭവങ്ങൾ നിരവധിയാണ്. ഇതുപോലെ സമാനമായൊരു സംഭവമാണ് വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഉണ്ടായത്. സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ 1.5 വർഷം മുൻപ് കാണാതായതാണ്. ഒടുവിൽ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. തമിഴ്നാട് ചേരമ്പാടിയിലെ വനത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഹേമചന്ദ്രനെ 1.5 വർഷം മുൻപാണ് കാണാതായത്. അന്ന് ഇയാളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയതാണോ? പോലീസിന് അന്വേഷണം എന്തുകൊണ്ടാണ് ഇതിലേക്ക് എത്താതിരുന്നത്? പിന്നീട് ഈ 1.5 വർഷത്തിന് ശേഷം സംഭവം ഈ ഹേമചന്ദ്രൻ്റേത് തിരോധാനമല്ല, അത് കൊലപാതകമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്തിനാണ് കൊലപ്പെടുത്തിയത്, ആരാണ് കൊലപ്പെടുത്തിയത്, ഇക്കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ടോം, അതായത് കഴിഞ്ഞ വർഷം 2024 മാർച്ച് 20-നാണ് ഇത്തരത്തിൽ ഹേമചന്ദ്രനെ കാണുന്നില്ല എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത്. അതിനുശേഷം അത് കുടുംബം അറിയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാതായി എന്നുള്ള വിവരം കുടുംബം അറിയുന്നത് ഏപ്രിൽ 1-നാണ്. തുടർന്നത് പോലീസിലേക്ക് പരാതി നൽകുകയും തുടർന്ന് അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഹേമചന്ദ്രന് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ടായിരുന്നു. അതിൽ ഈ കുടുംബം നൽകിയ പരാതി അനുസരിച്ച് ബത്തേരി സ്വദേശികളായിട്ടുള്ള 2 പേർക്കെതിരെ അന്ന് തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതായത് ബത്തേരി സ്വദേശികളായിട്ടുള്ള ജ്യോതിഷ്, അജേഷ് എന്നിവർക്കെതിരെയായിരുന്നു അന്ന് അന്വേഷണം ആരംഭിക്കുകയും തുടർന്നവരെ കസ്റ്റഡി എടുക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊരു ക്രൂര കൊലപാതകത്തിലേക്ക് പോയോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത വരുന്നതിന് വേണ്ടി ഇത്രയും നാൾ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഒരു ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞിരിക്കുന്നു 1.5 വർഷത്തിന് ശേഷം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കോഴിക്കോട് ACP ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു കേസന്വേഷണം നടത്തിയിരുന്നത്. അതിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹേമചന്ദ്രനെ ഈ പ്രതികൾ ഇത്തരത്തിൽ സുഹൃത്തിന്റെ സഹായത്തോടു കൂടിയാണ് മെഡിക്കൽ കോളേജിന്, കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഹേമചന്ദ്രൻ താമസിച്ചിരുന്നത് മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള മുണ്ടക്കൽ താഴത്ത് എന്ന പ്രദേശത്തായിരുന്നു ഹേമചന്ദ്രൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്താണ് പ്രതികളായിട്ടുള്ളവർ ഈ സുഹൃത്തിന്റെ സഹായത്തോടു കൂടി ഹേമചന്ദ്രനെ വിളിച്ച് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്ന് ഒരു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം ക്രൂരമർദ്ദനത്തിന് ഹേമചന്ദ്രനെ ക്രൂരമർദ്ദനത്തിന് ഇടയാക്കി അതിനുശേഷമായിരുന്നു കൊലപ്പെടുത്തിയത്. തുടർന്നാണ് ഈ വനപ്രദേശത്ത് വനമേഖലയിലേക്ക് കൊണ്ടുപോയി അവിടെ കുഴിച്ചു മൂടുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അതിൽ പോലീസ് പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്, 2024 മാർച്ച് 20-ന് ഈ പെൺസുഹൃത്തിന്റെ ഫോണിൽ നിന്ന് ഹേമചന്ദ്രന്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അത് CDR എടുത്തതിലൂടെയാണ് ഇതിലൊരു വ്യക്തത പോലീസിന് കൈവരികയും ചെയ്യുന്നത്. അതായത് ഹേമചന്ദ്രനെ കാണാനില്ല എന്നുള്ള അടക്കമുള്ള പരാതികൾ വന്നതിന് ശേഷം അതിനു മുമ്പുള്ള ഫോൺ കോളുകൾ അല്ലെങ്കിൽ ഫോൺ രേഖകൾ പോലീസ് പരിശോധിക്കുന്നു. അതിൽ കണ്ണൂരിൽ നിന്നൊരു ഫോൺ വരുന്നു. അത് ഈ പെൺസുഹൃത്തിൻ്റെതായിരുന്നു. അങ്ങനെ പെൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടുകൂടിയാണ് തന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഈ പ്രതികൾ ഇത്തരത്തിൽ ഈ ഹേമചന്ദ്രനോട് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് വരണമെന്നുള്ള ആവശ്യപ്പെടാനുള്ള കാര്യം പറഞ്ഞത്. അതനുസരിച്ച് താൻ ഹേമചന്ദ്രനെ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും തനിക്ക് അറിയില്ല എന്നുള്ളൊരു മൊഴിയാണ് ഈ അന്വേഷണ സംഘത്തോട് ഈ പെൺസുഹൃത്ത് നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം 3 പ്രതികളാണ് ഇതിലുള്ളത്. അതിൽ 2 പേർ നേരത്തെ തന്നെ കസ്റ്റഡിയിലായിരുന്നു. അതിലൊരാൾ വിദേശത്തായിരുന്നു. വിദേശത്തുള്ള പ്രതിയുടെ പേര് നൌഷാദ് എന്നാണ്. ഇവർ 3 പേരും കൂടിയാണ് ഈ ഒരു അരിംകൊല നടപ്പിലാക്കിയത് എന്നാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇന്ന് രാവിലെയാണ് ഇതിൽ പ്രതികളിൽ ഒരാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഈ വനപ്രദേശത്ത് ദൃശ്യം മോഡൽ കൊലപാതകമാണ് നടന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അതായത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ആസൂത്രിതമായ നീക്കം പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പിന്നീട് നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു 4 മാസം ആയി പോലീസ് ഈ ഹേമചന്ദ്രൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയതാണ്. അന്ന് തന്നെ, അതായത് ഈ ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടുവെന്ന് പോലീസിന് സൂചനകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണോ ഈ തമിഴ്നാട്ടിലെ വനമേഖലയിലേക്ക് അന്വേഷണം എത്തിയത്? ആദ്യം ഒരു തിരോധാന കേസ് എന്ന രീതിയിലായിരുന്നു പോലീസ് അന്വേഷണം കൈകാര്യം ചെയ്തിരുന്നത്. കാരണം ഈ ഹേമചന്ദ്രന്റെ കൊലപ്പെടുത്തിയ ശേഷം ഹേമചന്ദ്രന്റെ ഫോണ് ഈ പ്രതികൾ ഉപയോഗിക്കുകയായിരുന്നു. ആ രീതിയിൽ കുടുംബാംഗങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സംശയം കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ കേസ് ഒരു തിരോധാനത്തിലേക്ക് പിന്നീട് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോയത്. പിന്നീടാണ് കുടുംബത്തിന് ചില സംശയങ്ങൾ തോന്നുന്നത്. ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് ഹേമചന്ദ്രൻ വീട്ടിലേക്ക് വരുന്നില്ല എന്നൊരു സംശയം സ്വാഭാവികമായും ഭാര്യയ്ക്ക് തോന്നുകയും ചെയ്തു. തുടർന്നാണ് പോലീസിലേക്ക്
പോലീസിലേക്ക് പരാതി നൽകുകയും ഈ അന്വേഷണം വ്യാപിപ്പിക്കണം എന്നുള്ള നിർദ്ദേശവും നൽകുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജ് ACP ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത് വിശദമായി അന്വേഷിക്കുന്ന തലത്തിലേക്ക് പോവുകയും ചെയ്തു. ഒപ്പം തന്നെ CIക്ക് തോന്നിയ ചില സംശയങ്ങളാണ് ഈ CDR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോവുകയും ചെയ്ത് അതിലാണ് ഈ പെൺസുഹൃത്തിലേക്ക് എത്തി നിൽക്കുകയും പെൺസുഹൃത്ത് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോഴും ഈ ഒരു തിരോധാന കേസ് എന്ന രീതിയിലായിരുന്നു പോലീസ് കൈകാര്യം ചെയ്തത്. തുടർന്നാണ് ഈ ഹേമേന്ദ്രൻ കൊല്ലപ്പെട്ടേക്കാം എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നു. അതിൽ ഒരു പ്രതി, അതായത് നമുക്ക് വിവരം ലഭിക്കുന്ന അനുസരിച്ച് ജ്യോതിഷാണ് ഇത് സംബന്ധിച്ച മൊഴി കൃത്യമായി പോലീസിന് നൽകുന്നത്. അതായത് പെൺകുട്ടി വിളിച്ചതനുസരിച്ച് മെഡിക്കൽ കോളേജിൽ വന്ന ഹേമേന്ദ്രനെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് ഇവർ പോവുകയായിരുന്നു. അതിനുശേഷം തമിഴ്നാട്ടിലേക്കാണ് ഈ വാഹനം പോവുകയും ചെയ്ത് ഈ വാഹനത്തിൽ വെച്ച് ഹേമേന്ദ്രനെ ക്രൂരമായി ഇവർ ഉപദ്രവിക്കുകയും അതിനുശേഷം കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഈ വനമേഖലയിൽ, അതായത് ഈ ചേരമ്പാടി എന്ന് പറയുന്നത് ആ പ്രദേശം വയനാട്ടിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന ഭാഗമാണ്. ആ പ്രദേശത്ത് നിന്നാണ് ഈ ഒരു മൃതദേഹം കുഴിച്ചിടാൻ അവർ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. കാരണം അത്തരത്തിൽ ആൾത്തിരക്കുള്ള മേഖലയല്ല, ആളുകൾ താമസിക്കുന്ന ഇടമല്ല, വനപ്രദേശമാണ്. ഒപ്പം തന്നെ തോട്ട മേഖലകൾ കൂടിയാണ്. നിരന്തരം വൈകിട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ കാട്ടാനകൾ പതിവായി ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ്. അത് നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പോലെ തന്നെ കൃത്യമായ ആസൂത്രണം ചെയ്ത പോലെ തന്നെ അവർ നടപ്പിലാക്കി എന്നുള്ളത് തന്നെയാണ്. അവിടെ എത്തി ഏകദേശം ഈ റോഡിൽ നിന്ന് ഈ ചേരമ്പാടി വനത്തിലെ അന്തർ സംസ്ഥാന പാതയ്ക്ക് സമീപത്ത് നിന്ന് ഏകദേശം ഒരു ഉള്ളിലേക്ക് 1 കിലോമീറ്റർ ദൂരം മാറിയാണ് ഈ ഒരു ചതുപ്പുള്ളത്. ആ ചതുപ്പിൽ അവിടെ കുഴിയെടുത്ത് ഏകദേശം 4 അടിയോളം, ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 4 അടിയോളം കുഴിച്ചതിന് ശേഷമാണ് ഈ മൃതദേഹം കണ്ടെത്താനാവുകയും ചെയ്തത്. അങ്ങനെ അവിടെ കുഴിച്ചിട്ടതിന് ശേഷം നടത്തിയ ശേഷം ഈ പ്രതികൾ അവിടെ നിന്ന് മടങ്ങിയായിരുന്നു എന്നുള്ളതാണ്. കൃത്യമായ ആ സ്പോട്ടൊക്കെ ഈ പ്രതി കാണിച്ചു നൽകുകയും ചെയ്തു. ഡോഗ് സ്ക്വാഡിൻ്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. കാരണം 1.5 വർഷത്തോളമായി ഈ ഒരു സംഭവം നടന്നിട്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടം പ്രതിക്ക് കാണിച്ചു നൽകാൻ സാധിക്കുന്നില്ല. അവിടെ ഒരു ചതുപ്പിടമായതുകൊണ്ട് തന്നെ എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് കൊച്ചിയിൽ നിന്നെത്തിയ സ്നിഫർ ഡോഗിന്റെ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് അത് പരിശോധന നടത്തുകയും മൃതദേഹം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ 8 മണിയോട് കൂടിയാണ് പോലീസിന്റെയും ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡിന്റെയും സംഘം അവിടെ എത്തിയത്. പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ വനാതിർത്തിയാണ്, തമിഴ്നാട് മേഖലയാണ്. അതുകൊണ്ട് തന്നെ കാരണം എന്താണെന്നും അതോടൊപ്പം ഹേമചന്ദ്രന്റെ കൊല്ലപ്പെട്ട ഹേമചന്ദ്രന്റെ പശ്ചാത്തലവും ഒക്കെ പരിശോധിക്കേണ്ടതാണ്. ഇയാളൊരു ചിട്ടിക്കമ്പനി നടത്തിയിരുന്ന വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളാണോ, അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണോ കൊലയിലേക്ക് നയിച്ചത്? ടോം, അത്തരത്തിലൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തുന്നത്. കാരണം സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയാണ് ഈ ഒരു തർക്കം ഉണ്ടാവുകയും ഇതിനു മുമ്പ് ഈ പ്രതികളുമായി നിരന്തരം തർക്കത്തിൽ, കാരണം ഈ ചിട്ടിക്കമ്പനി നടത്തുന്നതിൽ അതിൽ ചില ഇടപാടുകൾ ഈ പ്രതികളുമായി ഹേമേന്ദ്രൻ നടത്തിയിരുന്നു. അതിലൊന്ന് ഈ വിദേശത്തുള്ള നൌഷാദ് എന്ന് പറയുന്ന ആളുടെ പണം അത് കൈകാര്യം ചെയ്തതിൽ പിന്നീട് ചില വീഴ്ചയുണ്ടായി. അത് തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ടായിരുന്നു. അത് പിന്നീട് ഈ കൊലപാതകത്തിലേക്കും നയിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് പോലീസും നൽകുകയും ചെയ്തത്. അങ്ങനെയാണ് ഒരു പ്രതികൾ തീരുമാനിക്കുന്നു ഇയാളെ കൊലപ്പെടുത്താം. അതായത് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഈ പണം തിരികെ നൽകാൻ ഹേമേന്ദ്രൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല, ഇദ്ദേഹത്തെ വകവരുത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ പ്രതികൾ എത്തുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കൃത്യമായ ആസൂത്രണം ചെയ്ത പോലെ തന്നെ ഹേമേന്ദ്രന്റെ ഈ പെൺസുഹൃത്തിനെ ഇവർ ട്രാപ്പിലാക്കുന്നു, ഭീഷണി മുഴക്കിയിരിക്കുന്നു. അത് എന്ത് പേരിലാണ് ട്രാപ്പിലാക്കിയെന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ പെൺസുഹൃത്തിന്റെ വീട്ടിൽ ഇതുമായി ഇവരുടെ ബന്ധം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കും എന്നുള്ള രീതിയിലുള്ള ഭീഷണി ഈ പ്രതികൾ മുഴക്കിയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പെൺസുഹൃത്ത് ഇതിനെ വഴങ്ങിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മാപ്പുസാക്ഷിയാക്കാമെന്നുള്ള രീതിയിൽ പോലീസ് അറിയിച്ചതിനെ തുടർന്നാണ് കൃത്യമായ രീതിയിൽ ഈ സംഭവ വികാസങ്ങൾ, അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പെൺസുഹൃത്ത് പോലീസിന് മൊഴി നൽകുകയും ചെയ്യുന്നത്. തുടർന്നാണ് ഈ പ്രതികളിലേക്ക് എത്തുകയും ചെയ്തത്. അതിനുശേഷം കൃത്യമായി ഇവർ നേരത്തെ ആസൂത്രണം ചെയ്ത പോലെ എവിടെയാണ് ഈ മൃതദേഹം കൊലപ്പെടുത്തിയതിനു ശേഷം എവിടെയാണിത് കുഴിച്ചിടേണ്ടത്, ഒരു തരത്തിലും തങ്ങളിലേക്ക് ഈ അന്വേഷണം എത്താതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ പ്രതികൾക്കായിരുന്നു. പക്ഷേ ചില പാളിച്ചകൾ നമുക്കറിയാം. ഒരു തെളിവ്, ദൈവത്തിൻ്റെ ഒരു തെളിവ് അത് എവിടെയും ഇട്ടിട്ട് പോകാറുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഈ കേസിനുണ്ടാകുകയും ചെയ്തത്. അതാണ് ഈ CDR എടുത്തതോടുകൂടി ഈ കണ്ണൂർ സ്വദേശിയുടെ ഒരു ഫോൺ കോൾ അത്
വരുന്നു. അതിനുശേഷമാണ് ഈ ഹേമേന്ദ്രനെ കാണാതായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണമാണ് പെൺസുഹൃത്തിലേക്ക് എത്തുന്നതും പെൺസുഹൃത്ത് നൽകിയ മൊഴിയിലൂടെ ഈ പ്രതികളിലേക്കും എത്തുകയും ചെയ്ത ആദ്യഘട്ടത്തിലൊന്നും തന്നെ ചോദ്യം ചെയ്യലിൽ അതോടൊപ്പം അറിയേണ്ടത് ഈ കേസിൽ ഇനി കൂടുതൽ ആളുകൾ പിടിയിലാകാനുണ്ടോ എന്നാണ്. നിലവിൽ 3 പേർ കസ്റ്റഡിയിലുണ്ട്. മുഖ്യപ്രതി, കേസിലെ മുഖ്യപ്രതി, അതായത് ഈ കൊലപാതകത്തിന്റെ ആസൂത്രണത്തിലും കൃത്യം നടത്തിയതിലൊക്കെ പങ്കുവഹിച്ചിട്ടുള്ള മുഖ്യപ്രതി വിദേശത്തേക്ക് കടന്നതായിട്ടുള്ള സൂചനകളുണ്ട്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? കേസിൽ ഇനി കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ മിഥുൻ? നിലവിൽ നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കൂടുതൽ പേർ ഈ ഒരു കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം നിലവിൽ ഈ 3 പേരെന്ന് പറയുന്നത് 2 പേർ ബത്തേരി സ്വദേശികളായിട്ടുള്ള അജേഷ്, ഒപ്പം തന്നെ ജ്യോതിഷ്, മറ്റൊന്ന് ഈ പെൺസുഹൃത്താണ്. അങ്ങനെ 3 പേരാണ് കസ്റ്റഡിയിലുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട പ്രതി, ഈ കേസിലെ പ്രധാന പ്രതി നൌഷാദാണ്. അയാൾ വിദേശത്താണുള്ളത്. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി, ആ പ്രതിയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയെടുത്ത പരിശോധന നടത്തുകയാണ്. തുടർ പരിശോധനകളൊക്കെ ആ പ്രദേശത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. തെളിവുകൾ കൂടുതൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന്റെ നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുകയാണ്. നിലവിൽ സ്വാഭാവികമായും നമുക്കറിയാം, വനപ്രദേശമാണ്, സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസിന്റെയും തമിഴ്നാട് വനം വകുപ്പിന്റെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു പരിശോധന അവിടെ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനു മുമ്പാണ് ഈ ഒരു മൃതദേഹം ഈ സംഘം കണ്ടെത്തിയത്. നിലവിൽ ഈ കാട്ടിലേക്ക് പോയിട്ടുള്ള സംഘം തിരികെ എത്തിയില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവിടെ കൂടുതൽ പരിശോധന നടത്തിയതിനു ശേഷം ഈ മൃതദേഹം തിരികെ ഹോസ്പിറ്റലിലേക്ക് മാറ്റും. മറ്റ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടത്തേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഒരു പ്രതിയാണ് ഇപ്പോൾ ഈ സംഘത്തിനൊപ്പമുള്ളത്. ആ പ്രതി കാണിച്ചു കൊടുത്തതിനനുസരിച്ചാണ് ഈ സ്ഥലത്തേക്ക് പോലീസ് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കൃത്യമായി ആസൂത്രണം ചെയ്തതുപോലെ തന്നെയാണ് പ്രതികൾ ഈ ഒരു കുറ്റകൃത്യം നടത്തിയത്, ഈ കൊലപാതകം നടത്തിയത്. അത്തരത്തിൽ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് അത് പിന്നീട് വലിയൊരു കൊലപാതകത്തിലേക്ക്, വലിയൊരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്ത് 1.5 വർഷത്തോളമായി, അതായത് കൃത്യമായി പറഞ്ഞാൽ 2024 മാർച്ച് 20-നാണ് ഹേമേന്ദ്രനെ കാണാതാകുന്നത്. അതിനുശേഷം ഏപ്രിൽ 1-ന് ഇത് സംബന്ധിച്ചുള്ള പരാതി ഭാര്യ നൽകുന്നു. പിന്നീട് അത് ഒരു 4 മാസം മുമ്പാണ് അതൊരു കൂടുതൽ ഊർജ്ജസ്വലമായി പോലീസ് അതിൻ്റെ നടപടികളിലേക്ക് കടക്കുന്നത്. ഈ ഒരു തിരോധന കേസ് എന്ന രീതിയിൽ അന്വേഷിച്ചു തുടങ്ങുന്നു. അതൊരു കൊലപാതകത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ 3 പ്രതികൾ കസ്റ്റഡിയിലുണ്ട്. നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ 3 പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. മുഖ്യപ്രതി വിദേശത്തേക്ക് കടന്നിരിക്കുന്നു. ഇയാളെ നാട്ടിലെത്തിക്കാൻ വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറങ്ങാനുള്ള നീക്കത്തിലാണ് പോലീസ്. അതോടൊപ്പം അറിയേണ്ടത് ഈ പെൺസുഹൃത്തിന്റെ പങ്കാണ്. നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ ഈ പെൺസുഹൃത്തിനെ ഭീഷണിപ്പെടുത്തിയാണ് ഹേമചന്ദ്രനെ വിളിച്ചു വരുത്തിയതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് അവർ നൽകിയിരിക്കുന്ന മൊഴി. ഈ പെൺസുഹൃത്തും പ്രതിപട്ടികയിൽ വരാനുള്ള സാധ്യതയുണ്ടോ, അതോ അവരെ മാപ്പുസാക്ഷിയാക്കുമോ? കാരണം ഈ കൊലപാതകത്തിൽ അതായത് ഈ ഹേമചന്ദ്രനെ വിളിച്ചു വരുത്തിയതിലൊക്കെ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചതല്ലേ ഈ പറഞ്ഞു? നിലവിൽ അതായത് ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നതിന് നിർണായകമായത് ഈ പെൺസുഹൃത്തിന്റെ മൊഴി തന്നെയാണ്. പെൺസുഹൃത്ത് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളിലേക്കും ഒപ്പം തന്നെ ഹേമേന്ദ്രൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് പോലീസിനെത്താൻ സഹായിക്കുകയും ചെയ്തു. അതായത് പെൺസുഹൃത്ത് മൊഴി നൽകിയിരിക്കുന്നത് ഇപ്രകാരമാണ്: തന്നെ പലകുറി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ ഹേമേന്ദ്രനെ വിളിച്ചു വരുത്താൻ തയ്യാറായത്, ഫോൺ കോൾ ചെയ്യാൻ തയ്യാറായത്. അതിനപ്പുറം മറ്റൊരു കാര്യത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നുള്ളതാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ആ മൊഴി പോലീസ് അധികം വിശ്വാസത്തിലെടുത്തില്ല. മറ്റേതെങ്കിലും തരത്തിൽ ഈ മറ്റു പ്രതികളുമായി ഏതെങ്കിലും തരത്തിൽ ഈ പെൺസുഹൃത്തിന് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഈ പെൺകുട്ടിക്കും ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പെൺസുഹൃത്ത് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലേക്കാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക്, അല്ലെങ്കിൽ ഈ കൊലപാതകം ആണ് നടന്നത് എന്നടക്കമുള്ള നിഗമനത്തിലേക്ക് എത്താൻ പോലീസിനെ സഹായിക്കുകയും ചെയ്തത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 3 പേർ കസ്റ്റഡിയിലുണ്ട്. അതിലൊന്ന് ഈ പെൺസുഹൃത്ത് തന്നെയാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ പെൺസുഹൃത്ത് കൂടി പ്രതിപട്ടികയിലേക്ക് വരാം. പിന്നീടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ മാപ്പുസാക്ഷിയാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകും. കാരണം
പെൺസുഹൃത്ത് പറഞ്ഞ മൊഴി അത് ശരിയാണോ എന്ന് തെളിയേണ്ടതായിട്ടുണ്ട്. അതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അത് നിർണായകമായ മൊഴി നൽകിയത് ഈ പെൺകുട്ടി തന്നെയാണ്, ഈ പെൺസുഹൃത്ത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ കോൾ ഡീറ്റെയിൽസിലാണ് നിരവധി തവണ ഈ ഹേമചന്ദ്രനുമായി ഈ പെൺസുഹൃത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഫോണിലൂടെ മുഖേന ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരം പോലീസിൽ ലഭിക്കുന്നത്. അതായത് അത് തന്നെയാണ് ഈ പ്രതികൾ ഈ ഹേമേന്ദ്രനെ വിളിച്ചു വരുത്താൻ അല്ലെങ്കിൽ അത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. അതായത് ഇവർ തമ്മിലുള്ള ബന്ധം അത് പുറത്തു പറയുന്നതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതിൽ ഈ പെൺകുട്ടി വഴങ്ങുന്നു. അതിനുശേഷം ഹേമേന്ദ്രനെ ഇവർ ആസൂത്രണം ചെയ്ത പോലെ തന്നെ വിളിച്ചു വരുത്തുന്നു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് വരാൻ, അതായത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ മുണ്ടക്കൽ താഴം എന്ന് പറയുന്ന പ്രദേശം. അവിടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ഹേമേന്ദ്രൻ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഭാഗത്തേക്ക്, അതായത് സ്ഥിരമായി ഇവർ കണ്ടുമുട്ടുന്നത് ഈ ഭാഗത്ത് വെച്ചാണ്. അതുകൊണ്ട് തന്നെ ആ അടിസ്ഥാനത്തിൽ മറ്റു സംശയങ്ങളൊന്നുമില്ലാതെ ഹേമേന്ദ്രൻ ആ ഭാഗത്തേക്ക് വരികയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ഈ പ്രതികൾ വാഹനത്തിനുള്ളിലേക്ക് പിടിച്ചു കയറ്റി ഹേമേന്ദ്രനെ കൊണ്ടുപോവുകയായിരുന്നു. അതായത് തമിഴ്നാട്ടിലേക്കും ഒപ്പം തന്നെ കർണാടകയിലേക്കും ഈ ഹേമേന്ദ്രനെ കൊണ്ടുപോയി എന്നുള്ള അടക്കമുള്ള മൊഴി ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള ജ്യോതിഷ് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് ഈ കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്നാണ് ഈ വനപ്രദേശത്തേക്ക്, അതായത് ചേരമ്പാടി എന്ന പ്രദേശത്തേക്ക് കൊണ്ടുവരികയും കുഴിച്ചു മൂടുകയും ചെയ്യുന്നത്. അങ്ങനെ 1.5 വർഷത്തിനു ശേഷം ഒരു തിരോധന കേസ് എന്ന് കരുതിയിരുന്ന ആ കേസ് ഇപ്പോൾ ഒരു ക്രൂര കൊലപാതകത്തിലേക്കാണ് പോയത്. വ്യക്തമാണ്, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു തിരോധാന കേസെന്ന് കരുതിയ സംഭവമാണ് ഇപ്പോൾ കൊലപാതകമെന്ന് തെളിഞ്ഞിരിക്കുന്നത്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള വിരോധത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തി തമിഴ്നാട്ടിലെ വനമേഖലയിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടി എന്നാണ് ലഭിച്ചിരിക്കുന്നത് പോലീസിന് ലഭ്യമായ വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും കേസ് തെളിയുന്നതിൽ നിർണായകമായത് പെൺസുഹൃത്തിൻ്റെ വെളിപ്പെടുത്തലും അതോടൊപ്പം ഒരു ഫോൺ കോളുമായിരുന്നു. നിലവിൽ 3 പേർ കസ്റ്റഡിയിലുണ്ട്. മുഖ്യപ്രതി വിദേശത്താണ്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. കാസർഗോഡ് +1 വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച വിദ്യാർത്ഥികൾക്കെതിരെ റാഗിംഗ് കേസ്. +2 വിദ്യാർത്ഥികളായ 6 പേർക്കെതിരെയാണ് കേസെടുത്തത്. 9 +2 വിദ്യാർത്ഥികളെ നേരത്തെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ആദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവമുണ്ടായത്. ഷൂസ് ധരിച്ചെത്തിയ +1 വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുകയും ദേഹത്ത് ഡെസ്ക് ഇട്ട് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് റാഗിംഗ് പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ +1 ക്ലാസ് തുടങ്ങിയ പിന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ, റാഗിംഗ് പരാതികൾ നിരവധിയായി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഷൂസ് ധരിച്ചെത്തിയതിൻ്റെ പേരിൽ ജൂനിയർ വിദ്യാർത്ഥിയെ, +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കുന്നു, ഉപദ്രവിക്കുന്നു, ദേഹത്ത് ഡെസ്ക് ഇട്ട് ക്രൂരമായി പരിക്കേൽപ്പിച്ചു തുടങ്ങിയ പരാതികൾ വന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നേരത്തെ, സ്കൂൾ അധികൃതർ നേരത്തെ 9 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ 6 പേർക്കെതിരെ മാത്രമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമോ? പോലീസ് നൽകുന്ന വിവരം എന്താണ്? ടോമെ, ഈ സ്കൂളുകളിൽ റാഗിംഗ് ഉണ്ടാകില്ല എന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് ഇത്തരം റിപ്പോർട്ടുകൾ, ഇത്തരം കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തത്. പ്രത്യേകിച്ച് +1 +2 ആ തലത്തിൽ ഈ റാഗിംഗ് ഉണ്ടാകുന്നതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. ഒരു പക്ഷേ കോളേജുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ +1 ഈ പഠിക്കുന്ന കുട്ടികൾ, അതായത് ജൂൺ 20-നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ആദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് വിഭാഗം +1 വിദ്യാർത്ഥി ഈ ഷൂസ് ധരിച്ച് ക്ലാസ്സിലെത്തി എന്ന കാരണം കൊണ്ടാണ് ഒരു കൂട്ടം +2 വിദ്യാർത്ഥികൾ കൂട്ടമായി ചേർന്ന് അസഭ്യം പറയുകയും ഇത്തരത്തിൽ ഉപദ്രവിക്കുകയും പിന്നീട് മർദ്ദിച്ചതിന് ശേഷം ഈ ബെഞ്ച് ഇട്ട്, ക്ലാസ് റൂമിലെ ബെഞ്ച് ദേഹത്തിട്ട് പരിക്കേൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇത് സ്കൂളിൽ മാത്രമല്ല, സ്കൂളിൽ നിന്നും പുറത്ത് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോഴും സമാനമായ രീതിയിൽ അക്രമമുണ്ടായി എന്നാണ് പറയുന്നത്. ഇത് ആദ്യം ഈ കുട്ടി ഭയം കാരണം ഇത് പുറത്തു പറയാൻ തയ്യാറായില്ല. പിന്നീട് കഴുത്ത് വലിയ തോതിൽ വേദന അനുഭവപ്പെട്ടപ്പോൾ ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നു. ആശുപത്രിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു മൊഴി ഈ കുട്ടി നൽകിയത്. പിന്നീട് ആന്റി റാഗിംഗ് സ്ക്വാഡ്, സ്കൂളിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ്, എല്ലാ വിദ്യാലയങ്ങളിലും ആന്റി റാഗിംഗ് സ്ക്വാഡ് ഉണ്ട്. പക്ഷേ ഇവരുടെ പ്രവർത്തനമൊക്കെ എത്രത്തോളം ഉണ്ട് എന്നതിന് ഒരു ഉദാഹരണം
ഉദാഹരണം കൂടി ഈ ഒരു സംഭവമായി മാറുന്നു. ഈ ആന്റി സ്ക്വാഡിന് മുന്നിൽ ഈ പരാതി എത്തിയപ്പോഴാണ് ഈ റാഗിങ്ങിന്റെ ഈ പരാതി എത്തിയപ്പോഴാണ് ഇവർ പിന്നീട് അന്വേഷണം നടത്തുകയും ഷൂസ് ധരിച്ച് എത്തിയതിനെ തുടർന്ന് ആണ് ഈ ഒരു സംഭവം ഉണ്ടായെന്ന് ഇവർ കണ്ടെത്തുകയും ചെയ്തത്. പിന്നീടാണ് ആദൂർ പോലീസ് ഇത് സംബന്ധിച്ച് 6 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. സമാനമായ ഒരു കേസ് തന്നെയാണ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഉണ്ടായത്. ഇവിടെ ടീഷർട്ട് ധരിച്ച് സ്കൂളിലെത്തി എന്ന ഒരു കാരണത്താൽ +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ ചേർന്ന് സമാനമായ രീതിയിൽ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവമുണ്ട്. ഇവിടെയും ഈ കയ്യെല്ല് പൊട്ടുന്ന ഒരു അവസ്ഥ ഈ കുട്ടിക്കുണ്ടായിരുന്നു. ഈ കേസിലും നേരത്തെ പറഞ്ഞ ആദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 കേസുകളിലുമായി 9 വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടാതെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 9 പേരെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ ഈ അന്വേഷണത്തിലാണ് ഈ സംഭവം, ഈ കുട്ടിയുടെ പരാതി വാസ്തവമുണ്ടെന്ന് കണ്ടെത്തുന്നത്. ഏതായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും വലിയ തോതിൽ റാഗിംഗ് സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയ ആശങ്കയാണ് ഇത് സംബന്ധിച്ചുണ്ടാകുന്നത്. ചില കുട്ടികൾക്ക് ഇത്തരം റാഗിംഗ് താങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്ന സാഹചര്യം നേരത്തെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ആദൂർ പോലീസ് 2 കേസിലും റാഗിംഗിനെതിരായ നമുക്കറിയാം, കഴിഞ്ഞ അധ്യയന വർഷം കോഴിക്കോട് താമരശ്ശേരിയിലുണ്ടായ സംഭവം, താമരശ്ശേരി സ്വദേശി 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹവാസിനെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവം. അന്ന് ആ വിദ്യാർത്ഥികൾ തന്നെ പറഞ്ഞ കാര്യം ഇതായിരുന്നു: ഈ സംഭവം നടന്ന ശേഷം പ്രായത്തിൻ്റെ ആനുകൂല്യം ലഭിക്കും. ഇതുപോലുള്ള സംഭവങ്ങളിൽ പോലീസ് കേസെടുത്താൽ പോലും ഈ പ്രായത്തിൻ്റെ ആനുകൂല്യത്തിൽ തങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയും. നമുക്കറിയാം, ഏകദേശം 100 ദിവസത്തോളമാണ് ഷഹവാസിൻ്റെ കൊലയാളികൾക്ക്, അതായത് ആ കേസിലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. പിന്നീട് കോടതിയുടെ ഇടപെടലോടുകൂടി 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ കഴിഞ്ഞു, +1 പ്രവേശനവും ലഭിച്ചു. പക്ഷേ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട, അവരുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങളൊക്കെ അവിടെ അരങ്ങേറുന്നുണ്ട്. ഇപ്പോഴും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും സാധാരണ ഈ കുട്ടികളെ സംബന്ധിച്ച് പ്രായത്തിൻ്റെ ആനുകൂല്യം ലഭിക്കും. ഒരു ചെറിയ സംഘർഷം ഉണ്ടായാൽ പോലും പരമാവധി സ്കൂളിൽ നിന്നും ഒരു അച്ചടക്ക നടപടി, സസ്പെൻഷൻ, അതിനുശേഷം തിരികെ അവർക്ക് സ്കൂളിൽ പ്രവേശിക്കാൻ കഴിയുമെന്നൊക്കെ ആണ് പല കുട്ടികളുടെയും വിചാരം. പക്ഷേ റാഗിംഗ് കേസിൻ്റെ ഒരു ഗുരുതരമായിട്ടുള്ള സ്വഭാവമാണ്, ഗുരുതരമായിട്ടുള്ള കേസാണ്. അങ്ങനെ എളുപ്പത്തിൽ ഊരിപ്പോരാൻ കഴിയുമോ? കാരണം കൃത്യമായ തെളിവുണ്ട്. ഈ കുട്ടികൾ മർദ്ദിച്ചതിൻ്റെ, ക്രൂരമായി മർദ്ദനമേറ്റത് ഇപ്പോഴും ആ കുട്ടി അതിൻ്റെ ആഘാതത്തിൽ നിന്നും വിമുക്തനായിട്ടില്ല. എന്താണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള നടപടികളായിരിക്കും ഇനി ഉണ്ടാകാൻ പോവുക? സ്കൂളിൽ നിന്ന് സസ്പെൻഷൻ മാത്രമായിരിക്കുമോ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി? ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രായത്തിന്റെ ആനുകൂല്യം എന്ന് പറഞ്ഞാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഈ കുട്ടികൾ കൂടുതലായി ഇടപെടുന്നത്. പക്ഷേ അത് പ്രായത്തിന്റെ ആനുകൂല്യം എന്ന് മാത്രം കണക്കാക്കാൻ പറ്റില്ല. ഇവരുടെ ഭാവി വിദ്യാഭ്യാസം, മറ്റ് ജോലി ഉൾപ്പെടെയുള്ളവയെല്ലാം ഇത് ബാധിക്കും. അത് അവരുടെ കരിയറിനെ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ അവർ ചിന്തിക്കുന്നില്ല. ഒരു പക്ഷേ ഈ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവരുടെ പേരുകൾ വരില്ല, അതോടൊപ്പം ഇവരുടെ ഫോട്ടോകൾ വരില്ല, അല്ലെങ്കിൽ ഇവർക്ക് ജയിലിൽ അധികം കിടക്കേണ്ടി വരില്ല. ഇത്തരം കാര്യങ്ങൾ ഇതിൽ പ്രായത്തിന്റെ ഒരു ആനുകൂല്യം ഇവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലീസ് പറയുന്നത് ഇവരുടെ ഭാവിയിൽ അത് അവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ ബാധിക്കും ഇത്തരം കേസുകൾ എന്നാണ്. ഏതായാലും ഈ 2 സംഭവത്തിലും പോലീസ് കർശന നടപടിയുമായി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം സ്കൂൾ അധികൃതരും ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. നിലവിൽ ഈ 9 കുട്ടികളെ, അതായത് 6 കുട്ടികളെ ആദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും 3 കുട്ടികളെ കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി, ഇങ്ങനെ 9 കുട്ടികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവർക്കെതിരെ കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാസർഗോഡ് ജില്ലയിൽ നേരത്തെ കുമ്പളിയിലാണ് ഇത്തരത്തിലൊരു വലിയ തോതിലുള്ള റാഗിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തത്. അതായത് ഇത്തരത്തിൽ വിദ്യാർത്ഥിയുടെ മുടി മുറിക്കുന്ന കാര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അത് സ്കൂളിന് തൊട്ട് പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ വെച്ചായിരുന്നു ഇത്തരം സംഭവം ഉണ്ടായത്. വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു. ഇതിന്റെ ദൃശ്യം ഇവർ തന്നെ ചിത്രീകരിച്ച് വളരെ നിസ്സാരമായി കാണുകയും ഇത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതിനുശേഷം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഈ ഒരു അധ്യയന വർഷത്തിൽ നമ്മൾ പല സ്കൂളുകളിൽ നിന്നും ഇത്തരത്തിൽ റിപ്പോർട്ട് വരുന്നത്. പലപ്പോഴും ഇത് റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് പറയാൻ കുട്ടികൾ ഭയക്കുന്നു എന്നതാണ്. ഏതായാലും ഈ കേസിൽ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു, കഴുത്തിന് വലിയ തോതിലുള്ള പരിക്കേൽക്കേണ്ടി വന്നു, ഒരു കുട്ടിയുടെ കൈയില് തോളല് പൊട്ടുന്ന അവസ്ഥ വന്നു. ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഇത് പുറത്തറിയുന്നതും കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. പല വിദ്യാലയങ്ങളിലും ഇപ്പോഴും ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള റാഗിംഗ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് +1 കുട്ടികളെയാണ് ഈ റാഗിങ്ങിന് വിധേയരാക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ആന്റി റാഗിംഗ് സ്ക്വാഡ് അവരുടെ പ്രവർത്തനം ശക്തമാക്കേണ്ടിയിരിക്കുന്നു. എല്ലാ വിദ്യാലയങ്ങളിലും
സ്കൂളുകളിലും അവരുടെ പ്രവർത്തനം ശക്തമാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് അധ്യയന വർഷം ആരംഭിക്കുന്ന ഈ ഘട്ടങ്ങളിൽ കൃത്യമായ ഇവരുടെ ഒരു നോട്ടം ഇതിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഈ തുടക്കത്തിൽ അധ്യയന വർഷ തുടക്കത്തിൽ ഉണ്ടാകണമെന്ന ഒരു ആവശ്യവും ഉയരുന്നുണ്ട്. ഏതായാലും ഈ കേസിൽ ഈ പോലീസ് നടപടി ശക്തമാക്കിയിരുന്നു. തുടക്കത്തിൽ ഒരു അടിപിടി കേസ് എന്ന നിലയിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ ഈ ആന്റി റാഗിംഗ് വിരുദ്ധ സ്ക്വാഡിന്റെ അന്വേഷണത്തിലാണ് ഒടുവിൽ ഇത് റാഗിംഗ് ആണെന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് +1 വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച കേസിലാണ് 6 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ +2 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് റാഗിംഗ് നിരോധന നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്. പത്തനംതിട്ടയിൽ ഹൈക്കോടതി അഭിഭാഷകൻ ഉൾപ്പെട്ട പോക്സോ കേസിൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട്. വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. News 18 anti-drug awareness campaign. Say no to drugs എന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ സാധിക്കും. It is not drugs that will give us a high. Choose life. സമൂഹത്തിന്റെ അധപ്പതനം ലഹരി എസ്കേപ്പിസം ആണ്. പുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിക്കാൻ വേണ്ടിയാണോ ക്യാമ്പസുകളിലേക്ക് വരുന്നതെന്ന് എനിക്കറിയാം. സ്റ്റാഫിന്റെ പേഴ്സണൽ ലൈഫ് നല്ലതായിരിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഒരു ദൃശ്യം സിനിമ ഉണ്ടായിരുന്നു. എത്രമാത്രം ക്രൈമുകൾ അതിനുശേഷം കേരളത്തിൽ നടന്നു. സിനിമ എപ്പോഴും സിനിമയാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആരെയും നമ്മൾ സിനിമയിൽ അഭിനയിപ്പിക്കില്ല. ഒരു നിമിഷത്തെ ഇൻസ്പിറേഷന് വേണ്ടിയിട്ടുമാണ് ലഹരി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് ആർട്ടിസ്റ്റ് ഞാൻ പോയി കണ്ടിട്ടുള്ളത്. തിരിച്ചു പിടിക്കാൻ പറ്റാതെ പോലെ നഷ്ടപ്പെട്ട ഒരുപാട് ജീവിതങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഷൈൻ എൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പുറകെ നടന്ന് അപ്പം പോയടോ. ഞാൻ മലയാളം കുട്ടിയല്ല, പറയാതിരിക്കാൻ വയ്യ. വൻ വൈബാണ്. പക്ഷെ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ എനർജി. Pittapillil Agencies presents Anti-Drugs Awareness Campaign 2025. പിട്ടാപ്പിള്ളിൽ ബൈ ആൻഡ് ഫ്ലൈ നേടൂ യൂറോപ്പിലേക്ക് സ്വപ്നയാത്ര. Powered by Reliance Industries Limited and DMAC. തീയും പുകയൊന്നും പ്രശ്നമില്ല. അത് ഡിമാക്കിന്റെ WPC ബോർഡാ. ഡിമാക് ഗുഡിനേക്കാൾ ഗുഡാണ്. Banking partner South Indian Bank. Experience next gen banking. Special partner Amrita Vishwavidyapeetham. Come become. In association with Poppy Umbrella. Aquila Finance Limited. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ് നമ്മളോടൊപ്പം കേരളത്തിൽ. Hawaii Steel Doors. Hawaii Steel Doors and Windows. The global standard doors and windows. IBIS Group of Institutions. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. സ്പോട്ട് ലൈവ് തുടരുന്നു. പത്തനംതിട്ടയിൽ ഹൈക്കോടതി അഭിഭാഷകൻ ഉൾപ്പെട്ട പോക്സോ കേസിൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് DIG റിപ്പോർട്ട്. സംഭവത്തിൽ പത്തനംതിട്ട SP വിനോദ് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. പോക്സോ കേസ് പ്രതിയായ നൌഷാദ് തോട്ടത്തിനെതിരെയുള്ള അന്വേഷണം പോലീസ് അട്ടിമറിച്ചെന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഇവിടെ പോലീസിന്റെ ഭാഗത്ത്, അതായത് SP ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായി കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ഈ DIGയുടെ റിപ്പോർട്ടിൽ പറയുന്നത്? ടോം, ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് പോക്സോ കേസിലെ പ്രതിയായ ഹൈക്കോടതി അഭിഭാഷകൻ നൌഷാദ് തോട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഗുരുതരമായ വീഴ്ച ഈ കേസ് അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ടും പോലീസിനുണ്ടായി എന്നുള്ളതാണ് DIGയുടെ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുള്ളത്. അതിൽ അക്കമിട്ട് ഓരോ കാര്യങ്ങളും കൃത്യമായി പറയുന്നു. കേസിന്റെ തുടക്കം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കോന്നിയിലാണ് ആദ്യം ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നത്. 3 മാസം വരെ ഇവിടെ കേസെടുക്കാതെ പിന്നീട് ആറന്മുള സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തു. ആറന്മുള പോലീസാണ് പിന്നീട് കേസ് അന്വേഷിക്കുന്നത്. കേസ് അന്വേഷിച്ചെങ്കിലും ഈ പ്രതിയെ കൃത്യമായി ഈ നൌഷാദ് തോട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ രക്ഷപ്പെടാൻ സാഹചര്യം ഒരുക്കി എന്നുള്ള കാര്യം ഗുരുതരമായ കണ്ടെത്തൽ കൂടി ഈ അന്വേഷണ റിപ്പോർട്ടിൽ കാണുന്നു. ഒപ്പം ഈ കേസിനെല്ലാം മേൽനോട്ടം വെച്ച് SP ഈ കൃത്യമായ ഒരു അന്വേഷണമോ ഈ കേസിന്റെ തുടർ നടപടികളെ കുറിച്ചോ അന്വേഷിക്കാതിരിക്കുകയും ഈ പ്രതിയെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്
ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഈ അജിത ബീഗം സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ കോന്നി DSP രാജപ്പൻ റാവുത്തരെയും ഒപ്പം SHO ശ്രീജിത്തിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. അന്വേഷണ വിധേയമായി തന്നെയാണ് കേസുമായി ബന്ധപ്പെട്ട് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ആദ്യം SP സസ്പെൻഡ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ DIGയുടെ അന്വേഷണ റിപ്പോർട്ട് വരുന്നത്. അതിൽ SP-ക്കും വീഴ്ച പറ്റിയിരിക്കുന്നു. ഒപ്പം ആറന്മുള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ SHO ആയ പ്രവീണിനും ഒപ്പം നേരത്തെ പത്തനംതിട്ട DSP ആയിരുന്ന നന്ദകുമാറിനും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഈ കാര്യത്തിലാണ് ഇപ്പോൾ SP-ക്ക് ഉൾപ്പെടെയുള്ള നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് കൈമാറിയിട്ടുള്ളത്. ഈ പ്രതിയായ നൗഷാദ് തോട്ടത്തിങ്കൽ UDF കാലത്തെ ഗവൺമെന്റ് ലീഡറാണ്. വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. പോലീസിനെ സ്വാധീനിച്ച് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം പല പ്രാവശ്യം നടന്നു. എന്തായാലും പ്രതിയെ തൊട്ടടുത്ത് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടും പോലീസ് കൃത്യമായ വിവരം ലഭിച്ചിട്ടും അറസ്റ്റ് ചെയ്യാതെ പ്രതിക്ക് ജാമ്യം എടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ഒരു ഗുരുതര വീഴ്ച കൂടി കണ്ടെത്തിയിരിക്കുന്നു. സുപ്രീം കോടതിയിൽ നിന്നാണ് ഇടക്കാല ജാമ്യം, അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഇടക്കാല ജാമ്യം ഇപ്പോൾ നൗഷാദ് തോട്ടത്തിൽ നേടിയിരിക്കുന്നത്. അതിനെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ഗുരുതരമായ ഒരു വീഴ്ച കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പോക്സോ കേസ് അട്ടിമറിക്കുന്ന കാര്യത്തിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായി എന്നുള്ള ഗുരുതര വീഴ്ച വിലയിരുത്തിക്കൊണ്ടാണ് ഈ ഉന്നതതല ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയിലേക്ക് പോലീസ് റിപ്പോർട്ട്. ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു, പോലീസിന് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട SP ഉൾപ്പെടെയുള്ളവർക്കെതിരെ, ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഏത് രീതിയിലുള്ള നടപടിയായിരിക്കും? സ്ഥലമാറ്റമായിരിക്കുമോ അതോ അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഒരു സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? കാരണം ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പോക്സോ കേസ് അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചയല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെ അത് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ പെൺകുട്ടിക്ക് അറസ്റ്റ് ചെയ്യുന്ന പെൺകുട്ടിയുടെ ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിത പരാതി നൽകിയപ്പോഴെല്ലാം ആ പരാതിയിൽ കൃത്യമായ രേഖകളും റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് ഹാജരാക്കിയിട്ടും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോയത് വലിയ രീതിയിലുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പ്രതിയെ സഹായിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അത് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ CA റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ, SI അടക്കമുള്ള ആളുകൾ, ഒപ്പം SP അടക്കമുള്ളവർ ഈ പ്രതിക്ക് അനുകൂലമായി നിന്നു. കേസ് അട്ടിമറിക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി അക്കമിട്ട് സൂചിക്കുന്ന 3 റിപ്പോർട്ടുകളാണ് അജിത ബീഗം ആഭ്യന്തര വകുപ്പിന് ഇത് കൈമാറിയിട്ടുള്ളത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകും. ഒന്നിൽ വകുപ്പുതല നടപടി സസ്പെൻഷനോ അല്ലെങ്കിൽ സ്ഥലമാറ്റമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. SP-യെ സ്ഥലം മാറ്റാനുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കും. അതിനുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്കറിയുന്നത്. എന്തായാലും ഈ നിലവിലത്തെ സാഹചര്യത്തിൽ പോക്സോ കേസ് അട്ടിമറിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് CWC ചെയർമാനെ സ്വാധീനിക്കാൻ ഈ പ്രതിയും അദ്ദേഹത്തിന്റെ സഹായം കൂടെ CW ഓഫീസിൽ എത്തിയിരുന്നു. ഇത് അന്വേഷണ വിധേയമായി കണ്ടെത്തുകയും കളക്ടർ അന്വേഷണത്തിൽ കണ്ടെത്തുകയും CWC ചെയർമാൻ രാജീവിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തുടക്കം മുതൽ തന്നെ ഈ കേസ്, ഈ പെൺകുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും, റെക്കോർഡുകളും, ഫോൺ കോളുകൾ അടക്കം, കേസെടുക്കുന്നതിലടക്കം മാസങ്ങളോളം വൈകിപ്പിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ SP-ക്കും ഒപ്പം ഇപ്പോഴത്തെ തിരുവല്ല DSP ആണ് നന്ദകുമാറിനും പ്രവീൺ അടക്കമുള്ള CA-ക്ക് അടക്കമുള്ള ആളുകൾക്ക് നടപടി ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തോമസ്, വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനാണ് വിവരം നൽകിയത്. ഹൈക്കോടതി അഭിഭാഷകനെതിരായിട്ടുള്ള പോക്സോ കേസ് അട്ടിമറിക്കാൻ പോലീസ് കൂട്ടുനിന്നു. പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നാണ് DIGയുടെ അന്വേഷണ റിപ്പോർട്ട്. കൊല്ലം കടപ്പാക്കടയിൽ മകനെ കൊലപ്പെടുത്തിയ അച്ഛൻ ആത്മഹത്യ ചെയ്തു. കടപ്പാക്കട അക്ഷയനഗർ സ്വദേശി വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. അഭിഭാഷകനായ ശ്രീനിവാസ പിള്ളയാണ് ആത്മഹത്യ ചെയ്തത്. ആൾക്ക് നേരത്തെ മാനസിക അസ്വസ്ഥതയുള്ള വിഷ്ണു എന്ന് പറയുന്ന പയ്യന്. അച്ഛൻ അഡ്വക്കേറ്റാണ്, നല്ല വ്യക്തിയാണ്. അച്ഛനെയും അമ്മയെയൊക്കെ ഉപദ്രവിക്കുമായിരുന്നു ആള്. ചെയിൻ സ്മോക്കറും, സംസാരിക്കുകയാണെങ്കിൽ നിർത്തത്തില്ല, മണിക്കൂറുകളോളം സംസാരിക്കും. പിന്നെ ഇവിടെ കാണുന്ന ഈ ബോർഡുകളൊക്കെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. ആൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നതാണ്. ഇവിടെ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നു നമ്മളോട് തന്നെ പറയും. അപ്പം ടാക്സിന് വരുമ്പോൾ ഇത് കാണുമ്പം ടാക്സ് കൊടുക്കാനില്ല. കാര്യം ആളുടെ മാനസിക ഇതിന് വേണ്ടിയിട്ട് അച്ഛൻ ചെയ്യിക്കുന്നതല്ല. ഒരിക്കൽ കെട്ടടത്തിൽ നിന്ന് എടുത്ത് ചാടി കാലൊക്കെ ഒടിഞ്ഞു. ഞാൻ വരുമ്പോൾ പ്ലാസ്റ്റർ ഇട്ടിരിക്കുമായിരുന്നു. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് S വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഏറെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. ഈ കൗൺസിലർ പറയുന്നതനുസരിച്ച്, നഗരസഭാ കൗൺസിലർ പറയുന്നതനുസരിച്ച് ഈ മകന് മറ്റേതോ മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മനോവിഷമത്തിൽ നടന്ന കൊലപാതകം. അതിനുശേഷം ഈ അഭിഭാഷകനായിട്ടുള്ള പിതാവ് ജീവനൊടുക്കിയെന്നാണോ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായും ടോം, അങ്ങനെ തന്നെയാണ്. അല്പസമയം മുന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം തന്നെ പുറത്തറിയുന്നത്. അച്ഛനും മകനുമാണ് ഒരു വീട്ടിൽ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അച്ഛന്റെ മൃതശരീരം ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലും അതുപോലെ തന്നെ മകൻ വീടിനുള്ളിലെ നിലത്ത് രക്തം വാർന്ന് വെട്ടേറ്റ നിലയിലുമാണ് ഇരുവരുടെയും മൃതശരീരം കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ഫോറൻസിക് സംഘമടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ തുടങ്ങിയിരിക്കുന്നു. ടോം, ഇത് സംഭവം ഇങ്ങനെയാണ്. 2 ദിവസം ഈ വീട്ടിൽ അമ്മ ഇവരുടെ മകളോടൊപ്പമാണ്. തിരുവനന്തപുരത്താണ് മകൾ താമസം. ദിവ്യ എന്നാണ് പേര്. ദിവ്യയോടൊപ്പമാണ് അമ്മ താമസിച്ചു വന്നിരുന്നത്. അപ്പോൾ ദിവ്യ വിളിച്ചതിനെ തുടർന്ന് ഫോൺ എടുക്കാത്തതായതോടെയാണ് ദിവ്യ എന്ന് വീട്ടിലെത്തുകയും നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു മരണവിവരം അറിയുന്നത്. ഇരുവരുടെയും മൃതശരീരം കാണാനിടയായതും അങ്ങനെയാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത്. പോലീസ് സംഭവ സ്ഥലത്തെത്തിയിട്ട് നമ്മളിപ്പോൾ നമ്മളോടൊപ്പം പ്രതികരിച്ച വാർഡ് മെമ്പറുടെ അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അറിയാൻ കഴിയുന്നത് ഇവർ തമ്മിൽ ഈ അച്ഛനും മകനും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണോ ഈ അക്രമത്തിലേക്കും തുടർന്നുള്ള ഒരു കൊലപാതകത്തിലേക്കും നയിച്ചത് എന്നതടക്കം വ്യക്തത വരാനുണ്ട്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് വിഷ്ണു എന്ന പേരുള്ള മകൻ ചില മാനസിക വിഭ്രാന്തിയുള്ള ആളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു മരണകാരണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത വരാനുണ്ട്. ഈ അച്ഛൻ അഡ്വക്കേറ്റ് ആണ്. സമൂഹത്തിൽ നല്ല നിലയോടുകൂടി നല്ല രീതിയിൽ താമസിച്ച ഒരു കുടുംബമാണെന്നാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്ന് തന്നെ അറിയാൻ കഴിയുന്നത്. ഈ ഒരു സംഭവം തന്നെ നാടിന് നടുക്കിയ ഒരു സംഭവമായി തന്നെ മാറി ടോം. എന്തായാലും അമ്മയും അതുപോലെ തന്നെ ഈ മകളും ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ ഇനി അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായും വിനീഷ് സൂചിപ്പിച്ചതുപോലെ അത്തരമൊരു മാനസിക പ്രശ്നം, അതിൻ്റെ ഒരു മനോവിഭ്രാന്തി, അതിൽ മനംനൊന്ത് ഈ പിതാവ് കൊലപ്പെടുത്തി. അതിനപ്പുറം ഇരുവരും തമ്മിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? നാട്ടുകാരും ഈ നഗരസഭാ കൗൺസിലറും ഒക്കെ എന്താണ് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത്? നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ ഉള്ള ഒരു ഫാമിലി അല്ല എന്നാണ് അറിയുന്നത്. ഈ മകന് മാനസിക വിഭ്രാന്തി ഉണ്ട്. അത് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. അവരുടെ വീട്ടിൽ തന്നെ ഒരുപാട് പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ചില പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചു. ഇതെല്ലാം ഈ മകന്റെ നിർബന്ധപ്രകാരം പിതാവ് സ്ഥാപിച്ചിരുന്നെന്നാണ് പ്രദേശവാസികൾ പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ കുറച്ചു നാൾക്ക് മുൻപ് മകൻ വീടിന് മുകളിൽ നിന്നും എടുത്ത് ചാടി കാലൊടിഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ മാത്രമായിരുന്നു 2-3 ദിവസമായിട്ട് ഇവർ മാത്രമായിരുന്നു വീട്ടിൽ താമസവും. അച്ഛനും മകനും മാത്രമായിരുന്നു. അപ്പോൾ തമ്മിലുള്ള വഴക്കായാവാം ഈ ഒരു അക്രമത്തിലേക്കും തുടർന്നുള്ള കൊലപാതകത്തിലേക്കും നയിച്ചതെന്ന് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം. പോലീസിനും അത്തരത്തിലുള്ള സംശയം തന്നെയാണ്. എന്നാലും അന്വേഷണം നടക്കുന്നുണ്ട് ടോം. കൂടുതൽ വിവരങ്ങൾ ഇനിയും വരാനുണ്ട്. എന്തായാലും വ്യക്തമാണ്. കൊല്ലത്ത് നിന്ന് എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്താണ് അഭിഭാഷകനായ പിതാവ് മകനെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. ചുരുളി സിനിമാ വിവാദവുമായി ബന്ധപ്പെട്ട നടൻ ജോജുവിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. ജോജുവിന് സിനിമയിൽ നൽകിയ പ്രതിഫല കണക്കുമായി ബന്ധപ്പെട്ട പോസ്റ്റാണ് പിൻവലിച്ചത്. സിനിമയിൽ അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് പുറത്തുവിടണമെന്ന് ജോജു ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ലിജോ ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കിയത്. സിനിമയിൽ ജോജുവിന് 5 ലക്ഷത്തിലേറെ രൂപ നൽകിയതിന്റെ രേഖകളാണ് ലിജോ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഈ പ്രശ്നം, ഇരുവരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അതോ കൂടുതൽ തെളിവുകളുമായി? നേരത്തെ ലിജോ ജോസ് പെല്ലിശ്ശേരിയെ ജോജു വെല്ലുവിളിച്ചിരുന്നു. കൃത്യമായ തെളിവുകൾ, രേഖകളടക്കം പുറത്തുവിടണമെന്ന്, ഇതിൻ്റെ എഗ്രിമെൻ്റ് പുറത്തുവിടണമെന്ന് വെല്ലുവിളിച്ചിരുന്നു. ഒരുപക്ഷെ ഇനി ഇതുമായി ബന്ധപ്പെട്ട അത്തരം എഗ്രിമെൻ്റൊക്കെ പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ലിജോ ജോസ് പെല്ലിശ്ശേരി പിൻവലിച്ച സാഹചര്യത്തിൽ ഈ ഒരു വിവാദം ഏകദേശം അവസാനിച്ചു എന്ന് തന്നെ പറയാം. കാരണം ചിലപ്പോൾ ഈ പ്രസ് മീറ്റിനൊക്കെ ശേഷം ഇവർ വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ടാകും. അതിനുശേഷം ഇവർക്കിടയിലെ തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ടാകുമെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ, കൂടുതൽ വിവാദങ്ങളുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയായിരിക്കും ചിത്രത്തിന്റെ സംവിധായകനും നടനും തീരുമാനിച്ചിരിക്കുന്നതെന്നാണ്
നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ലിജോ ജോസ് പെല്ലിശ്ശേരി ഈ പോസ്റ്റും പിൻവലിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ജോജു ഈ സിനിമയെക്കുറിച്ചുള്ള പരാമർശം നടത്തിയത്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞത്. ഇതിൽ ഈ തെറി ഭാഷ താൻ ഉപയോഗിച്ചത് ഈ സിനിമയിലേക്ക് ഫെസ്റ്റിവലിനെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു താൻ ഇതിൽ അഭിനയിച്ചത്. പിന്നീട് ഇത് അല്ലാതെ റിലീസ് ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നില്ല. അല്ലാതെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി തെറിയില്ലാത്ത ഭാഗവും താൻ ഡബ് ചെയ്തിരുന്നു. പക്ഷെ ഇത് പുറത്തു വന്നപ്പോൾ തനിക്ക് ഏറെ വിഷമമുണ്ടാക്കി. ഒപ്പം ഇതിന് തനിക്ക് പേയ്മെന്റ് പോലും നൽകിയിരുന്നില്ല, ശമ്പളം പോലും നൽകിയിരുന്നില്ല എന്നുകൂടി ജോജു ഒരു ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി സംവിധായകൻ രംഗത്തെത്തിയത്. നിർമ്മാതാക്കളായിട്ടുള്ള സുഹൃത്തുക്കൾ, അതായത് ജോജുവിന്റെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ചെമ്പൻ വിനോദും ലിജോ ജോസ് പെല്ലിശ്ശേരിയും തന്നെയാണ് സിനിമ നിർമ്മിച്ചത്. അവർക്ക് വിഷമമുണ്ടായി. ഈ സിനിമയിൽ ജോജു എത്ര രൂപയാണോ വാങ്ങിയത് അതിന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് അടക്കം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അപ്പം ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടല്ല ഈ സിനിമയിൽ അഭിനയിപ്പിച്ചത്. ഹൈക്കോടതി വരെ സിനിമയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചതെന്നൊക്കെയുള്ള വിശദീകരിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു ലിജോ പോസ്റ്റ് ചെയ്തിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് മാധ്യമങ്ങളെ കണ്ട് വീണ്ടും ജോജു തനിക്കുണ്ടായ വിഷമത്തെക്കുറിച്ച് പറഞ്ഞത്. തന്റെ മകളടക്കം ഈ സിനിമയിൽ അഭിനയിച്ചത് എന്തിനെന്ന് ചോദിച്ചു. കുടുംബത്തിനേറെ വിഷമമുണ്ടാക്കി. ഇപ്പോഴും താൻ അതിന്റെ ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്ന തരത്തിൽ പരാമർശം നടത്തുകയും ഒപ്പം ഈ സിനിമയിൽ കരാറ് ഒപ്പിടുന്ന സമയത്ത് തനിക്ക് പേയ്മെന്റ് ഒന്നും തന്നെ നൽകിയിരുന്നില്ല. ആ കരാറ് പുറത്തുവിടണമെന്ന വെല്ലുവിളി കൂടി ജോജു ഉയർത്തിയിരുന്നു. പക്ഷേ ഇതിന് മറുപടി നൽകാതെ ആദ്യമിട്ട പോസ്റ്റ് പിൻവലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജോജു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു കുറ്റസമ്മതം നടത്തിയിരുന്നു. ആ സിനിമ ചെയ്യേണ്ടിയിരുന്നില്ല, തൻ്റെ മക്കൾക്കുൾപ്പെടെ അത് വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ നവമി സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള അസഭ്യ വർഷമായിരുന്നു ആ ചിത്രത്തിനുണ്ടായിരുന്നത്. അത് ഈ പറയുന്ന ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടിയാണ് ആ ഭാഗം ചിത്രീകരിച്ചതെന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു ചതി നടത്തിയതാണോ? അതായത് തൻ്റെ അനുമതി ഇല്ലാതെ അത് OTT-ലടക്കം പ്രദർശിപ്പിച്ചതാണോ ജോജുവിന് ബുദ്ധിമുട്ടുണ്ടാക്കിയത്? അതോ പ്രതിഫലം, ജോജു ഉദ്ദേശിച്ച പ്രതിഫലം, കാരണം സിനിമ ഒരു പരിധിവരെ വലിയ രീതിയിൽ കളക്ഷൻ നേടിയതാണ്, ആ ഒരു പ്രതിഫലം, അതിൻ്റെ ലാഭവിഹിതം നൽകാത്തതായിരുന്നോ ജോജുവിനെ സംബന്ധിച്ച്? അതായത് ഇപ്പോഴത്തെ ഈ ഒരു ചുരുളി സിനിമാ വിവാദത്തിന് കാരണം? ജോജു തുടക്കം മുതൽ പറയുന്നത് തനിക്ക് പൈസ തരാത്തതല്ല തന്റെ പ്രശ്നം, മറിച്ച് തന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ എത്തില്ല, അല്ലെങ്കിൽ OTT-യിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തില്ല, മറിച്ച് ഫെസ്റ്റിവലിന് മാത്രമാണ് ഇത് പ്രദർശിപ്പിക്കുക. അതിൽ ഈ പറയുന്ന മോശം പദപ്രയോഗങ്ങളോട് കൂടിയിട്ടുള്ള സിനിമ തന്നെ ആയിരിക്കും ഫെസ്റ്റിവലിൽ എത്തുക. അതായത് IFFK-യിലായിരുന്നു ആദ്യം ഇത് പ്രദർശിപ്പിച്ചത്. അത് ഫെസ്റ്റിവലുകളിലേക്ക് മാത്രമാണ് ഈ ഒരു സിനിമ എടുക്കുന്നത്. മറിച്ച് OTT-യിലോ അല്ലെങ്കിൽ തിയേറ്ററിലോ എത്തുമ്പോഴേക്കും അതിനെ ഈ അശ്ലീല പദപ്രയോഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭാഗമായിരിക്കും തിയേറ്ററുകളിൽ എത്തുക, പ്രേക്ഷകരിലേക്ക് എത്തുക എന്നതായിരുന്നു ജോജുവിനെ മനസ്സിലാക്കിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. പിന്നീട് ഈ ഫെസ്റ്റിവലിന് ശേഷം ഈ സിനിമ OTT-യിലാണ് റിലീസ് ചെയ്തത്. ആ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല. OTT-യിലൂടെ റിലീസ് ചെയ്തതാണ് വലിയ വിവാദമാകുകയും ഇത്രയേറെ മോശം പദപ്രയോഗങ്ങൾ ഉള്ളതിൽ ഹൈക്കോടതി വരെ ഇതിന്റെ ഒരു കേസ് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അതും സിനിമയുടെ അണിയർ പ്രവർത്തകർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയായിരുന്നു വന്നത്. ജോജു പറയുന്നത് ആ സിനിമയിൽ ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ മോശം പദപ്രയോഗങ്ങൾ ഫെസ്റ്റിവലിന് മാത്രമേ അവതരിപ്പിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ അഭിനയിച്ചതെന്ന്, ആ രീതിയിൽ തന്നെ വഞ്ചിച്ചു എന്നാണ് ജോജു പറയുന്നത്. മറ്റൊരു വശത്ത് അവസാനത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും ജോജു പറഞ്ഞത് പണം തനിക്കൊരു പ്രശ്നമേ അല്ല, അതിനല്ല താൻ ഇത്രയും തർക്കിച്ചത്, ആ സിനിമയിൽ താൻ അഭിനയിച്ചത് തന്നെ വിശ്വാസവഞ്ചന നടത്തി എന്നതിൽ മാത്രമാണ് ജോജു ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ ലിജോ ജോസ് പറയുന്നത് അങ്ങനെ ആരെയും തെറ്റിദ്ധരിപ്പിച്ചില്ല, പ്രത്യേകിച്ച് ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചില്ല. ജോർജുവിന്റെ കഥാപാത്രത്തിന് കൃത്യമായി തന്നെ ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ട്. ജോജുവിന് ഈ സിനിമയെക്കുറിച്ചും കഥാപാത്രത്തെക്കുറിച്ചും ധാരണയുണ്ട്. അങ്ങനെ ഉള്ള തെറ്റിദ്ധരിപ്പിച്ചിട്ടല്ല ഈ സിനിമയിലേക്ക് ജോജുവിനെ എത്തിച്ചതെന്നാണ് ലിജോ ജോസ് പറയുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ചുരുളി സിനിമാ വിവാദം ഇതോടുകൂടി അവസാനിക്കട്ടെ. കാരണം ഇനി ലിജോ ജോസ് പെല്ലിശ്ശേരിയും ജോജുവും സുഹൃത്തുക്കളാണ്. പക്ഷെ പ്രതിഫലമല്ല പ്രശ്നം. ഈ ചിത്രം താൻ അറിയാതെ ഇതിൽ അശ്ലീല ഭാഗങ്ങളടങ്ങിയ, അസഭ്യവർഷമടങ്ങിയ ഈ ഭാഗങ്ങൾ OTT-യിൽ പ്രദർശിപ്പിച്ചതാണ് തനിക്ക് മനോവിഷമം ഉണ്ടാക്കിയതെന്നാണ് ജോജു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. കാസർഗോഡ് പോലീസ് നീക്കങ്ങൾ അറിയാൻ
മാഫിയ സംഘങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. കേസിൽ ഗ്രൂപ്പ് അഡ്മിൻമാർ ഉൾപ്പെടെ 7 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് തന്നെ പോലീസിനെയും മറ്റു വകുപ്പ് അധികൃതരെയും നിരീക്ഷിച്ച് വാട്സാപ്പിലൂടെ വിവരങ്ങൾ കൈമാറുന്ന സംഘങ്ങൾക്കെതിരെ ആദ്യ കേസാണിത്. കെ വി ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബൈജു റിപ്പോർട്ട് ചെയ്തതാണ്, പുറത്തുവിട്ടതാണ്. അതായത് ലഹരി സംഘങ്ങൾ, മറ്റ് മണൽക്കടത്ത് സംഘങ്ങൾ, മറ്റു ഗുണ്ടാ സംഘങ്ങളൊക്കെ പോലീസിനെ നിരീക്ഷിക്കാൻ, പോലീസ് സ്റ്റേഷനിൽ നിന്നും ജീപ്പ് പുറത്തോട്ടിറങ്ങുമ്പോൾ അത് നിരീക്ഷിക്കാൻ സംഘങ്ങൾ പോലീസ് സ്റ്റേഷന് പുറത്തു നിൽക്കും. അത് വാട്സപ്പ് ഗ്രൂപ്പിൽ ആ വിവരം അറിയിക്കും. അതോടുകൂടി തങ്ങളുടെ നീക്കങ്ങളൊക്കെ വളരെ സുരക്ഷിതമായി ഓരോ ലഹരി ഇടപാടുകളും മറ്റുമൊക്കെ തകൃതിയായി നടക്കുന്നു. ഇവിടെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് 7 പേരെ അറസ്റ്റ് ചെയ്തത്. അതെ ടോമേ, പോലീസിനെ വെട്ടിക്കാൻ ഈ ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങൾ പുതിയ തന്ത്രങ്ങൾ മെനയുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ രാജപുരം എന്ന പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കേരള കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്. നിരവധി ഈ മദ്യക്കടത്ത് സംഘങ്ങൾ, അതുപോലെ തന്നെ മണൽ മാഫിയ, ചൂതാട്ട സംഘങ്ങളൊക്കെയുള്ള വിലസുന്ന ഒരു പ്രദേശമാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ 80 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, ഫാമിലി എന്നാണ് ഈ ഗ്രൂപ്പിന്റെ പേര്. ഈ ഫാമിലി ഗ്രൂപ്പിൽ നിന്നും കൃത്യമായി പോലീസിന്റെ മാത്രമല്ല റവന്യൂ ഉദ്യോഗസ്ഥരുടെ, അതുപോലെ തന്നെ RTO ഉദ്യോഗസ്ഥരുടെ ഒക്കെ നീക്കങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ ഇത്തരത്തിൽ കൈമാറുന്ന ഒരു സാഹചര്യമാണ് ഇവർ ഉണ്ടായത്. അത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു ഗ്രൂപ്പ് ഉണ്ടാവുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് പറയുന്നത്. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൽ പോലീസ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ ഇവരുടെ ഫോൺ, അറസ്റ്റായവരുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഇതിൽ കുറെ കോഡുകൾ പോലീസിന് കണ്ടെത്താൻ സാധിക്കും. ഇതിൽ റവന്യൂ സംഘങ്ങൾ ഈ റോഡിലിറങ്ങിയാൽ യാത്രക്കാരുണ്ട് എന്ന ഒരു കോഡാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ RTO വാഹനങ്ങൾ ഇത്തരത്തിൽ പുറത്തിറങ്ങിയാൽ ചാകര വന്നെന്നാണ് ആ ഒരു കോഡ്. അതുപോലൊപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്നും ജീപ്പ് പുറപ്പെട്ടാൽ വീട്ടിൽ നിന്നും ജനകീയം ഇറങ്ങി, ഇതാണ് ഇവരുടെ ഈ കോഡ്. അതുപോലെ ഇതൊരു പോലീസ് സ്റ്റേഷൻ മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് ഇവിടെ ഗൂർഖ പോലീസ് വാഹനങ്ങളുണ്ട് പരിശോധനയ്ക്കായി. ഇത് പുറത്തിറങ്ങിയാൽ ബുള്ളറ്റുമായി ലീഡർ എന്ന ഒരു കോഡാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ പഴയ വാഹനമുണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ, ആ വാഹനമാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ പാട്ടയും റോഡിൽ. ഇതൊക്കെ ഇവർ ഉപയോഗിക്കുന്ന കോഡാണ്. ഈ ഫോൺ വളരെ യാദൃശ്ചികമായാണ് പോലീസ് ഒരാളെ ഇത്തരത്തിൽ മദ്യവുമായി ഇയാൾ ഒരു പിടികൂടിയപ്പോൾ ഇയാൾ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ശ്രദ്ധയിൽപ്പെടുന്നതും ഇത് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള നിരവധി കേസുകളിലെ പ്രതികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പും ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലെ വിവരങ്ങൾ, പോലീസ് വാഹനങ്ങളുടെ വിവരങ്ങൾ, അതോടൊപ്പം റവന്യൂ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി ഇതിൽ നിന്നും വിവരങ്ങൾ കൈമാറുന്ന ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് വിശദമായി പരിശോധിച്ചപ്പോഴാണ് വലിയൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരുന്നതും ഇത്തരത്തിലുള്ള ഒരു സംഘത്തെക്കുറിച്ച് അറിയുന്നത്. ഏതായാലും നേരത്തെ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത രീതിയിലുള്ള ഒരു കേസ് പുതിയ രീതിയിൽ, അതായത് സൈബർ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പുതിയ രീതിയിൽ ഈ ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ്. ഏതായാലും ജില്ലാ പോലീസ് മേധാവി ഈ കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ നേരത്തെ കേസുകളിൽ പ്രതികളായവരുടെ ഫോണുകൾ അത് കൃത്യമായി പരിശോധിക്കാൻ സംഭവമായി കാണാൻ കഴിയുമോ ബൈജു? അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ മാത്രമായിരിക്കില്ലല്ലോ ഇതുപോലെ നിരീക്ഷണം ഉണ്ടാവുക. ഈ മാഫിയ സംഘങ്ങൾ മറ്റ് കാസർഗോട്ടെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും ഇതുപോലെ നിരീക്ഷണം നടത്തിയിരുന്നോ? പോലീസ് ഈ സംഘങ്ങൾ, അതായത് ഇതുപോലുള്ള വാട്സപ്പ് ഗ്രൂപ്പ് കേന്ദ്രീകരിച്ച് പോലീസിനെ നിരീക്ഷിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല, കാരണം ഇത് വാട്സാപ്പ് എന്നതുകൊണ്ട് തന്നെ ഇതിൽ കുറെ പരിമിതികൾ പോലീസിനുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇതിൽ നിന്നും ഒരു വാട്സാപ്പ് കോൾ വിളിച്ചാൽ പോലും അത് പോലീസിനെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. ആ ഒരു കാര്യം മുതലെടുത്തുകൊണ്ടാണ്, ചൂഷണം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഘം ഈ രീതിയിൽ പ്രവർത്തിച്ചത്. ഏതായാലും ഇത് കാസർഗോഡ് ജില്ലയിലെ രാജപുരം എന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഒരു പക്ഷേ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ഇത്തരം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതാണ്. ഇത് ഒരു ചെറിയ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 80 പേരാണ് ക്രിമിനൽ സംഘങ്ങളിൽ ഉൾപ്പെട്ടവരുള്ള ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. അതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന കാര്യം. നേരത്തെ പല കേസുകളിൽ ഇവർ പ്രതികളാണ്. ഇവർക്ക് കൃത്യമായി പോലീസ് വാഹനങ്ങളുടെ നീക്കങ്ങൾ അപ്പോൾ തന്നെ ഈ ഗ്രൂപ്പുകളിൽ കൃത്യമായി എത്തിക്കുകയും അതുകൊണ്ട് തന്നെ ഇവരെ പിടിക്കപ്പെടാത്ത ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ മണൽ മാഫിയാണ്. ഇവർക്ക് കൃത്യമായ റൂട്ട്, അത് റവന്യൂ ഉദ്യോഗസ്ഥർ പിടികൂടാതിരിക്കാനും അതോടൊപ്പം രാത്രി കാലങ്ങളിലൊക്കെ പോലീസ് സജീവമായി ഇവരെ പിടികൂടാൻ രംഗത്തുണ്ടെങ്കിലും ഇവരൊക്കെ പിടികൂടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ, അതായത് പോലീസ് സ്റ്റേഷനിലെ
ഡ്രൈവർമാർ, പോലീസ് വാഹനങ്ങളിലെ ഡ്രൈവർമാരും ഏതായാലും പോലീസുകാരും എത്തിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി മണൽ മാഫിയ സഹായിക്കുന്ന സംഭവം ഉണ്ടായത്. പക്ഷേ ഇത് ഒരു കേസ്, അതായത് ക്രിമിനൽ സംഘങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, ഇത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവമുള്ള വിഷയമാണ്. മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ ഇതുപോലുള്ള നിരീക്ഷണ സംഘങ്ങൾ ഉണ്ടോ എന്നതുൾപ്പെടെ പരിശോധിക്കേണ്ട വിഷയമാണ്. KV ബൈജുവാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലാത്തതിനാൽ ശസ്ത്രക്രിയ മുടങ്ങുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രാജിക്കൊരുങ്ങുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ്. ഉപകരണങ്ങൾ എത്തിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞെന്നാണ് ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മകന്റെ പ്രായമുള്ള വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നു. ലജ്ജയും നിരാശയും ഉണ്ടെന്നാണ് ഡോക്ടർ ഫേസ്ബുക്ക് പോസ്റ്റിൽ തുറന്നു പറയുന്നത്. അതേസമയം ആരോപണം ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ തള്ളിയിരിക്കുകയാണ്. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാരംഗ്, ഇവിടെ DMA പറയുന്ന കാര്യം ഈ ഡോക്ടർ തെറ്റിദ്ധാരണ മൂലമാണ് ഇതുപോലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന്. പക്ഷേ സ്വന്തം അനുഭവമാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. ഉപകരണങ്ങളില്ലെങ്കിൽ എങ്ങനെ ശസ്ത്രക്രിയ നടത്താൻ കഴിയും എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ടല്ലോ. ഈ വിഷയത്തിൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനും അതേ തുടർന്നുള്ള DMAയുടെ വിശദീകരണവും എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കാലങ്ങളോളമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ നേരിട്ടതിൻ്റെ ഒരു വൈകാരികമായ പ്രതികരണമാണ് എന്ന് DMA പറയുമ്പോഴും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പലതവണ ഇത്തരത്തിൽ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ആദ്യം ഈ ഡോക്ടർ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു. അതിനുശേഷമാണ് DMAയുടെ ഒരു വിശദീകരണം വന്നത്. അതായത് 50 ലക്ഷം രൂപയോളം വില വരുന്ന മെഷീൻസും മറ്റും ഇത്തരത്തിൽ യൂറോളജിയിലേക്ക് വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഒരു സർജറി ഇത്തരത്തിൽ മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. അത് ഒരു പ്രോബ് കേടായതിനെ തുടർന്നാണ് ഇങ്ങനെ മാറ്റിവെക്കേണ്ടി വന്നത്. അത് ഹൈദരാബാദിൽ നിന്നും മറ്റോ ഇതിൻ്റെ ഒരു പാർട്സ് വരാനുണ്ട്. അതിലൊരു ചെറിയൊരു കാലതാമസം നേരിടുന്നതുകൊണ്ടാണ് ആ ഒരു സർജറി മാറ്റിവെക്കേണ്ടി വന്നത് എന്നാണ് DMA നൽകുന്ന വിശദീകരണം. പക്ഷേ ഈ ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, അതിന് മുൻപും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. അങ്ങനെ ഒരു മൊത്തത്തിലുള്ള ഒരു കാര്യമായിരുന്നു ഡോക്ടർ പറഞ്ഞത്. അതിൽ ചൂണ്ടിക്കാണിച്ചത് ഈ ഒരു വിദ്യാർത്ഥിയുടെ ഒരു സർജറി മാറ്റിവെച്ചത് കാര്യം മാത്രമായിരുന്നു. പക്ഷേ ഇതിലിങ്ങനെ ഒരു പ്രശ്നം കാലങ്ങളായി തുടരുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം പല വിഭാഗങ്ങളിൽ യൂറോളജി അല്ല കാർഡിയോളജി, ന്യൂറോളജി എന്നീ വിഭാഗങ്ങളിൽ ഇത്തരത്തിൽ സാധനങ്ങളുടെ ലഭ്യത കുറവ് മൂലം ഇങ്ങനെ സർജറികൾ മാറ്റിവെക്കേണ്ട സാഹചര്യം ഇതിനു മുൻപ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിൻ്റെ തുറന്നു പറച്ചിൽ മാത്രമായിട്ട് ഇത് വേണമെങ്കിൽ കാണാം. അല്ലാത്ത പക്ഷം ഈ ഒരു സാഹചര്യം, അതായത് ഈ ഒരു സർജറി മാറ്റിവെച്ചത് മാത്രമാണ് DMA വിശദീകരണം നൽകിയത്. മറ്റുള്ള തലത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രതിസന്ധികളില്ല എന്ന് പറയുമ്പോൾ പോലും ഇതിനു മുൻപ് ശ്രീചിത്ര പോലെയുള്ള ആശുപത്രികളിലും ഇങ്ങനെ പല വിതരണക്കാരോടുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം പല പ്രൊസീജിയേഴ്സും മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം കേരളത്തിലുടനീളമുള്ള സർക്കാർ ആശുപത്രികളിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനു മുൻപും ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു പ്രതികരണം വകുപ്പ് മേധാവിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം ആദ്യമായിട്ടാണ്. പക്ഷേ അതൊരു വൈകാരിക പ്രതികരണം മാത്രമായിട്ടാണ് DMA കാണുന്നത്. പക്ഷേ വസ്തുതകൾ നിരത്തിയാണ് ഡോക്ടർ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. പക്ഷേ അതിനുശേഷം DMAയുടെ പ്രതികരണത്തിന് ശേഷം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഡോക്ടർ തീർച്ചയായും സാരംഗിലേക്ക് എത്താം. അതിനു മുൻപ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിലേക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തികച്ചും ദൗർഭാഗ്യകരമാണ്. നമുക്ക് തികച്ചും തെറ്റാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും തെറ്റാണ്. കാര്യം കഴിഞ്ഞ ഒരു വർഷം തന്നെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് യൂറോളജി വിഭാഗത്തിന് വേണ്ടി ഏകദേശം 50 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് സർക്കാർ തലത്തിൽ മേടിച്ചിട്ടുള്ളതും HDS നിന്ന് 30 ലക്ഷത്തിന്റെ ഉപകരണവും. പിന്നെ ഇതുകൂടാതെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഏകദേശം കോടികൾ വില മതിക്കുന്ന 45ഓളം ഉപകരണങ്ങൾ യൂറോളജി ഡിപ്പാർട്ട്മെന്റ് മാത്രമായി എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് തികച്ചും ഒരു തെറ്റെന്ന് തന്നെ പറയാം. കാര്യം ഇന്നലെ രാവിലെ ശസ്ത്രക്രിയ ചെയ്ത് തുടങ്ങിയതാണ് ഈ ഉപകരണം വെച്ചിട്ട്. അപ്പൊ അതൊരു പ്രോബാണ്. ഈ പ്രോബ് അത് പേഷ്യന്റ് അകത്തോട്ട് പോകുന്ന ഒരു പ്രോബാണ്. അപ്പൊ അതിലൊരു ഡാമേജ് വന്നുകൊണ്ട് ഒരു കേസ് മാറ്റിവെച്ചു. ഇന്നലെ 4 കേസ് ഉണ്ടായിരുന്നു. 4 കേസിൽ 3 കേസ് ചെയ്യുകയും ഇതേ ഉപകരണം വെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 4ാമത്തെ കേസ് വന്നപ്പോഴാണ് ഇതിൽ ഡാമേജ് വരുന്നതും ആ ഡാമേജ് വന്നുകൊണ്ടാണ് ഈ കേസ് മാറിപ്പോയത്. DMA ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുമ്പോഴും സ്വന്തം അനുഭവമാണ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്കിലൂടെ തുറന്നു പറഞ്ഞത്. ഇവിടെ ഒരു ശസ്ത്രക്രിയ മാത്രമാണ് മാറ്റിവെച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുപോലെ താൻ നാളുകളായി ഓരോ ഓഫീസുകളും കയറിയിറങ്ങുന്നു, ഉപകരണങ്ങൾ എത്തിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങുന്നു പറയുന്നു. നേരത്തെ സാരംഗ് സുധാകരൻ സൂചിപ്പിച്ച പോലെ
നിരവധി ശസ്ത്രക്രിയകളാണ് ഈ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മുടങ്ങുന്ന സാഹചര്യമുണ്ടായത്. അതായത് രാജ്യത്ത് തന്നെ ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന സംസ്ഥാനത്താണ് ഈ ദുർഗതി എന്ന് ഓർക്കണം. സ്പോട്ടിലേക്ക് പൂർണ്ണമാകുന്നു. നമസ്കാരം.